നമസ്കാരം. മലയാളി വാർത്ത ആനുകൂല്യത്തിലേക്ക് സ്വാഗതം. സർ, നമസ്കാരം. നമസ്കാരം. ഇന്നലെ ലോകം കേട്ടൊരു വാർത്ത ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ്, അതിനും തലേ ദിവസമാണ് യുദ്ധം തുടങ്ങിയത്. ഏതായാലും ഇന്നലെ ഒരു പുലർച്ചയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു മരണ വാർത്ത പുറലോകം അറിയുന്നത്. ഏതായാലും ഇന്നലെ മുഴുവൻ വലിയ രീതിയിൽ തന്നെ ഇറാനും തിരിച്ചങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. ഇത് നേരിട്ട് അമേരിക്കയിലോട്ടല്ല എന്നുണ്ടെങ്കിലും ഒരുവിധം പെട്ട ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഒരുപാട് നമ്മുടെയൊക്കെ തന്നെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അടുത്തുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നത് വളരെ ഒരു ആശങ്ക നിറഞ്ഞ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും സൈറണുകൾ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതായത് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്നത് ഇറാൻ ഈ പറഞ്ഞ പോലെ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ വലിയ രീതിയിലൊരു ആക്രമണം അഴിച്ചുവിട്ടിട്ട് തന്നെയാണ്. ഇപ്പോൾ കുവൈറ്റിൽ അമേരിക്കയുടെ സൈനിക ബേസിൽ ഇത്തരത്തിൽ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അവിടെ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇതോടുകൂടി തന്നെ ട്രംപ് ഒരു അല്പം കൂടി കടുത്ത ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതായത് അതിനും ശക്തമായിട്ട് ഇനി ഇറാനിലേക്ക് അമേരിക്ക നേരിട്ടിറങ്ങി ഒരു തിരിച്ചടി നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ യുദ്ധം വീണ്ടും അത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കടക്കില്ലേ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് നടത്തുന്നത് ഒരു മിസൈൽ യുദ്ധമാണ്. മറ്റൊരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ചെയ്യാവുന്ന പരിധിയുണ്ട്. അതായത് പ്രധാന കേന്ദ്രങ്ങൾ തകർക്കുക, ഭരണ കേന്ദ്രങ്ങൾ തകർക്കുക. നമ്മൾ കണ്ട പോലെ അയത്തുള്ള അലി ഖമേനിയെ അടക്കം വധിച്ചതുപോലെ പ്രധാനപ്പെട്ടവരെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ച് അവിടെ ബോംബാക്രമണം നടത്തുക, മിസൈലാക്രമണം നടത്തുക. ഇതൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഒരു രാജ്യത്തിന്റെ ഭരണമാറ്റമോ ഭരണം പിടിക്കലോ നടത്തണമെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം കൊണ്ട് സാധിക്കില്ല. കാരണം അവിടെ ഒരു നെറ്റ്വർക്ക് വളരെ ശക്തമായി നിലനിൽക്കും. അത് ഭരണ അധികാരികളുടെ കയ്യിലാണ് നിൽക്കുന്നത്. അപ്പൊ അവർ അത് നിലനിർത്താനായി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ നിന്ന് ഒരു ബോംബാക്രമണം കൊണ്ട് മാത്രം അതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അപ്പൊ അതിന് ലാൻഡ് ഓപ്പറേഷൻസ് വേണ്ടി വരും. അപ്പൊ ലാൻഡ് ഓപ്പറേഷൻസിലേക്ക് പോയാൽ തീർച്ചയായിട്ടും കാഷ്വാലിറ്റികൾ വളരെ രണ്ട് പക്ഷത്തും. അമേരിക്കയ്ക്ക് ഇത്തരത്തിൽ ഒരു കാഷ്വാലിറ്റി ഉണ്ടാക്കാൻ പണ്ട് ഇറാഖിൽ നടത്തിയതുപോലെ ഉള്ള ഒരു കാഷ്വാലിറ്റി ഉണ്ടാകുന്ന ഒരു പരിപാടിയിലേക്ക് പോകാൻ ട്രംപ് തയ്യാറാകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമേരിക്കക്കാരുടെ സോൾജേഴ്സിന്റെ ഹെഡ് ബോഡി അങ്ങോട്ട് വരുന്നത് അവർക്ക് വഹിക്കാൻ പറ്റും. അപ്പൊ അവര് വളരെ പ്രക്ഷുബ്ധമാകും. നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വാറിലും ട്രംപ് ഉദ്ദേശിക്കുന്ന അതാണ്, 100 മണിക്കൂർ കൊണ്ട് ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കും എന്നൊക്കെ പറയുന്നത് തീർക്കാമെന്നുള്ളതാണ്. അങ്ങനെ എന്നുള്ളതാണ്. കാരണം അവിടെ ബങ്കറുകളും അതുപോലുള്ള രഹസ്യ സംവിധാനങ്ങളും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവര് കുറെ നാളായിട്ട് യുദ്ധഭീഷണിയിലാണ്. അവർക്കറിയാം ഇസ്രായേല് ഒരു ദിവസം അവരെ അടിക്കും. ആ അടിക്കുന്നത് കണക്കാക്കി അവർ ഒരുപാട് സാങ്കേതിക സൗകര്യങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഹമാസിന്റെ എതിരെയും നമ്മൾ കണ്ടത്. അതാണ് കുറെ എന്തൊരു നിസ്സാരമായി നമ്മൾ കരുതിയതാണ്. ഒരാഴ്ച കൊണ്ട് ഇസ്രായേലിനെ പോലൊരു രാഷ്ട്രം ഹമാസിനെ കീഴടക്കും, ഗാസ കൈക്കലാക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ചെറിയൊരു പ്രദേശമാണ് ഗാസ എന്ന് പറയുന്നത്. നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ഒരു പകുതി പോലും ഇല്ലാത്ത ഒരു ഗാസയെ കീഴടക്കാൻ എത്ര നാളാണ് യുദ്ധം നടത്തിയത്? അപ്പൊ യുദ്ധം ഒന്നിനും പരിഹാരമല്ല. കാരണം എല്ലാ രാഷ്ട്രങ്ങളുടെ കയ്യിലും ഇപ്പോൾ അണുബോംബില്ലെങ്കിലും അതുപോലെ തീവ്രമായ മാരകമായ ഒരുപാട് ആയുധങ്ങൾ കൈവശം. ആ ആയുധങ്ങൾ കൈവശമുള്ളപ്പോൾ നമ്മൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാതെ ഇപ്പോൾ എനിക്ക് ചെയ്യാവുന്നത്, എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ അയത്തുള്ള അലി ഖമേനിയെ വധിച്ചു. അതിനുശേഷം ഇവിടെ രണ്ടാമതൊരു ഗവൺമെന്റ് വരുന്നെങ്കിൽ അവരെ വരുതിയിലാക്കി നിർത്തായിരിക്കും അമേരിക്കക്ക് ഭൂഷണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് മാറ്റി ഒരു ഷാ ഭരണകൂടത്തിനെയോ അല്ലെങ്കിൽ ഇതിനെ മുഴുവൻ നിലവിലുള്ള സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കാനോ പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലാൻഡ് ഓപ്പറേഷനും വ്യക്ത വില നൽകേണ്ട സംവിധാനങ്ങളും ആവശ്യമായി വരും. അതിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്നുള്ളത്
ട്രംപിന് സത്യത്തിൽ ഒരു ഉത്ഭയം ഉണ്ടായി കാണണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു കടന്നൽ കൂട്ടിൽ കൈയിട്ട പോലെ ആകരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് വിരട്ടൽ അദ്ദേഹത്തിന്റെ ഒരു മാർഗമാണ്. എപ്പോഴും എല്ലാ അത് തീരുവയുടെ കാര്യത്തിലായാലും 20%, 30%, 50%, 100%, 150% എന്ന് പറയുന്ന പോലെ യുദ്ധത്തിൽ ഈ പെർസെന്റേജ് പറഞ്ഞ് പെട്ടെന്ന് നിൽക്കാൻ പറ്റില്ല. കാരണം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർ ായി മാറാതിരുന്നാൽ, കാരണം അവിടുത്തെ ആർമി ചില്ലറ ആർമിയല്ല, അവർക്ക് അത്തരത്തിലുള്ള ട്രെയിനിങ് ഉൾപ്പെടെ കിട്ടിയിട്ടുള്ള ആർമിയാണ്. അതുകൊണ്ട് ലാൻഡ് ഓപ്പറേഷൻ തടുത്തതായിരിക്കും. ഇതിനകത്തൊരു കോംപ്രമൈസ് ഉണ്ടാക്കുക. അവിടെ വരുന്ന ഗവൺമെന്റിന് ഏതായാലും അത് ആ ഗവൺമെന്റിനെ വരുതിയിലാക്കി നിർത്തുന്നതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇസ്രായേലിൻ്റെ ഒരു രീതി നമ്മൾ അവിടെ ഗാസയിലും അവിടെയൊക്കെ യുദ്ധം നടക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. തലപ്പത്തുള്ളവരെ ആദ്യം തീർക്കുക എന്നുള്ളതാണ്. അതായത് അവർക്ക് അവിടെ നിന്നൊരു നേതൃത്വം നൽകുന്ന ആളുകളെയാണ് അവരവിടെ ഹിസ്ബുള്ളയുടെ ആണെങ്കിലും ഹമാസിൻ്റെ ആണെങ്കിലും അവിടെ ആദ്യം വധിച്ചിരുന്നത്. ഇവിടെ ഇപ്പോൾ ഖമേനിക്ക് പകരം ഒരു പിൻഗാമി അടുത്തത് ആര് വരും എന്നുള്ളൊരു ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്, പക്ഷേ അത് വരാനുള്ള സാധ്യത, മകൻ വരാനുള്ള സാധ്യത ഇല്ല എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഒരു തലപ്പത്തേക്ക് എന്തായാലും ഇറാൻ ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഇനി അതാരായിരിക്കും എന്നുള്ള ചോദ്യമുണ്ട്. അതിനോടൊപ്പം തന്നെ വീണ്ടും ആ പറയുന്ന പിൻഗാമി വരുന്നൊരു ആൾക്കെതിരെയും വീണ്ടും ഒരു ആക്രമണം അഴിച്ചുവിടാനുള്ള, അല്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലേ? നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കാൻ ഇറാനിയൻ ആർമിക്കും അവിടുത്തെ റവല്യൂഷണറി ഫോഴ്സിനും അറിയാമെന്നുള്ളത് നമ്മൾ മറക്കരുത്. അവരിതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഹമാസിന്റെ കാര്യത്തിൽ ഇത് എന്താണ്, ഒരു നേതാവിനെ തട്ടുമ്പോൾ അടുത്ത നേതാവ് വരുന്ന പോലെ അവർക്കുള്ള സംവിധാനങ്ങൾ ഇവിടെ ആത്മീയ നേതാക്കളുടെ ഒരു പട്ടിക അവരുണ്ടാക്കി, 7-8 പേരുടെ ഒരു പട്ടിക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് പകരം മറ്റൊരാൾ എന്ന സിദ്ധാന്തം അവരാലോചിച്ചുകൊണ്ട് വരും. അതുപോലെ തന്നെ ആർമിയിലും സർവീസുകളിലും അവരുടെ നാഷണൽ സെക്യൂരിറ്റി ഫോറത്തിലും ഒക്കെ ഇതേ സംവിധാനം അവർ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് പകരം അടുത്ത ആൾ. ഇത് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമല്ലല്ലോ, വലിയ രാഷ്ട്രമായതുകൊണ്ട് അമേരിക്ക മാത്രമല്ലല്ലോ. അപ്പോ ആയുധങ്ങൾ അമേരിക്ക കൂടുതലായിരിക്കും. ഇന്ത്യയിൽ എപ്പോഴും പലരും മികച്ചു നിൽക്കും എന്നുള്ളത് നമ്മൾ മറന്നുപോയി. അപ്പോ അവിടെയും സംവിധാനങ്ങൾ അവര് പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവര് പിടിച്ചു നിൽക്കാൻ നോക്കും. ഞാനിത് മുമ്പേ പറയാറുള്ളതാണ്. വെനിസ്വേല പോലെ പെട്ടെന്ന് മധുരയെ പിടിച്ച് കൊണ്ടുപോയ പോലെ പെട്ടെന്ന് ഒരാളെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു അയത്തുള്ള അലി ഖമനിയെ മാത്രം വധം നടത്തിയത് കൊണ്ട് അടുത്ത ഉള്ളവർക്ക് ഭീഷണികൾ ഉയർത്തിക്കൊണ്ട് മാത്രം ആ രാഷ്ട്രത്തെ കീഴടക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ നെറ്റ്വർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ ശക്തമാണ്. അത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല. ഇവിടെ ഉള്ളവർ പറയും അത് തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് വർത്താനം പറയുകയാണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. നെറ്റ്വർക്കിന്റെ സത്യം എല്ലാവരും അറിയിക്കണം. അവിടെ ശക്തമായ പഞ്ചായത്ത് തലം വരെ വരുന്ന ഒരു നെറ്റ്വർക്ക്. അതാണ് ഈ പ്രക്ഷോഭങ്ങളെ പോലും തടുക്കുന്നത്. പ്രക്ഷോഭങ്ങൾ അവിടെ 300 പേരെ മരിച്ചിട്ടുള്ളൂ, 1000 പേരെ മരിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ വധങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പ്രക്ഷോഭകാരികൾക്കെതിരെ. എന്നിട്ടും അവിടെ ഈ സർക്കാരുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അടിവേര് ശക്തമാണ് എന്നുള്ളതാണ്. താഴെ പഞ്ചായത്ത് തലം വരെ ഒരു ഇസ്ലാമിക ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ട്. അതൊരു കേഡർ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറെ പൊളിക്കണമെങ്കിൽ അതിനകത്ത് നിന്ന് വിപ്ലവം നടത്താൻ കഴിയുന്ന ഒരു ടീമിനെ ഉയർത്തിക്കൊണ്ടുവരണം ഒന്നുകിൽ, അല്ലെങ്കിൽ ലാൻഡ് ഓപ്പറേഷൻസ് നടത്തും. ഇതിന് അമേരിക്കൻ ആർമി തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ ഗൾഫ് മേഖലയിൽ അശാന്തി പടർത്തുന്നതിന്റെ ഉദ്ദേശം ഇറാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. അങ്ങനെ ഈ മേഖല മുഴുവൻ പ്രശ്നബാധിതമാകുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ പൊറുതിമുട്ടി ഞങ്ങൾക്കൊപ്പം വരും, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരായി വന്നാൽ പോലും അത് ഞങ്ങൾക്ക് അവസാനം സഹായകരമായി മാറും എന്നുള്ള ഒരു തന്ത്രമാണ് എടുക്കുന്നത്. അവിടെ ബോംബ് വർഷിച്ചത്, അവിടെ മിസൈൽ വർഷിച്ചത് ഇറാനിൽ എത്രയാണെന്ന് കണക്കില്ല. 1000 ആണോ 2000 ആണോ മിസൈലുകൾ ഇടുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. ഇന്ത്യയുടെ അത്രയും വലിപ്പം വരുന്ന ഒരു രാഷ്ട്രത്തിൽ ബോംബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ജില്ലയിൽ 5-6 ബോംബ് വീതം എങ്കിലും വീണ് കാണും. അത്രയ്ക്ക് ചരിത്രം
എന്നിട്ടും അവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണണം. ആക്രമണം അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണണം. പക്ഷേ ഒരു സമാധാന ചർച്ച തയ്യാറായിരിക്കുന്ന സുപ്രീം ലീഡർ ആയിട്ടില്ലെങ്കിലും അവര് താൽക്കാലിക നേതാവായി വെച്ചിട്ടുണ്ട്. അവരുടെ പിന്നീട് വരുള്ളായിരിക്കും. അടുത്ത ഭരണാധികാരി എന്ന് അതിനെ കുറിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ല. പക്ഷേ അവിടെ താൽക്കാലികമായിട്ട് ചാർജ് എടുക്കും. അവിടെ ഒരു സ്റ്റോക്കിനുള്ള ഇവിടെ നോക്കുകയും ഇപ്പോഴത്തെ അവിടെ ചെയ്യുന്നതായിരിക്കും അമേരിക്കക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വേറെ ഗൾഫ് രാഷ്ട്രങ്ങൾക്കും 1 കോടിയോളം വരുന്ന മലയാളികൾക്കും 10 കോടികൾ വരുന്ന ഇന്ത്യക്കാർക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ, മേഖലയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ, ആണ് എന്റെ അഭിപ്രായം. അതുപോലെ സാർ, ഇപ്പോൾ അവിടെ ഈ ഒരു വാർത്ത വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, എല്ലാവരും പറഞ്ഞു ഇറാൻ ഇനി സ്വതന്ത്രമാകും, ഇറാനിലുള്ള സ്ത്രീകളും യുവതികൾക്കൊക്കെ തന്നെ ഇനി അങ്ങോട്ട് സ്വാതന്ത്ര്യം ലഭിക്കും എന്നുള്ളത്. ഒരു വിഭാഗം ഇറാൻ ജനത ഇത് ഖമേനിയുടെ മരണം കേട്ട് തെരുവിലിറങ്ങി അവരാഹ്ലാദിക്കുകയാണ്. പലതരത്തിൽ ഖമേനിയുടെ ചിത്രം കത്തിച്ചുകൊണ്ട് അവിടെ സന്തോഷ പ്രകടനം നടത്തുമ്പോൾ ഒരു വിഭാഗം ജനത അവിടെ കാണാൻ സാധിക്കുന്നത് അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്. അവർ വളരെ ദുഃഖത്തോടു കൂടി കറുപ്പ് വസ്ത്രം അരിഞ്ഞ് തെരുവിലൂടെ റോഡിലൊക്കെ ഇരുന്ന് കരയുന്ന ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴും ഖമേനിയുടെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. 2 തരത്തിലുള്ള, ഇപ്പോൾ പാകിസ്ഥാനിലടക്കം ഈ ഒരു വാർത്ത കേട്ട് അവിടെയൊക്കെ അമേരിക്കൻ എംബസിയൊക്കെ അടിച്ചു തകർത്തു എന്ന് ഇന്നലെ കേട്ടു. അപ്പോൾ ഇപ്പോഴും ഈ ഇറാൻ സ്വാതന്ത്ര്യമായി എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഖമേനിയെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെ ഉണ്ട്. അവരെയൊന്നും അടിച്ചമർത്താനൊന്നും പെട്ടെന്നൊന്നും സാധിക്കില്ലല്ലോ ഈ പറഞ്ഞതുപോലെ. ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പലരും ഇറാനിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഒരു വെനസ്വേല പോലെ പെട്ടെന്ന് കീഴടക്കാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ സദാം ഹുസൈന്റെ ഇറാഖിനെ പോലെ, അതുപോലും ബുദ്ധിമുട്ടായിരുന്നു. ഇറാഖിനേക്കാൾ വലിയ ഇസ്ലാമിക നെറ്റ്വർക്ക് ഇറാനിലുണ്ട്. ഇറാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പേർഷ്യൻ കൾച്ചർ എന്ന് പറയുന്നത് 1000 വർഷത്തിലധികം പാരമ്പര്യമുള്ള പേർഷ്യൻ കൾച്ചറാണ്. അതിനകത്ത് ഒരുപാട് ജനങ്ങൾ ആരാധിക്കുന്ന, പൂജിക്കുന്ന, നമ്മുടെ ഇന്ത്യയുടെ 5000 വർഷത്തെ പാരമ്പര്യം എന്നൊക്കെ പറയുന്ന പോലെ അവിടെയും ചിലർ അത്തരത്തിൽ പാരമ്പര്യത്തിൽ മുറുകെ പിടിക്കുന്നുണ്ട്. ആ പാരമ്പര്യം നല്ലതോ ചീത്തയോ എന്നുള്ളത് വേറെ കാര്യം. നല്ലത് ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്, പക്ഷെ ചീത്ത എലിമെന്റ്സ് ആണ് പലപ്പോഴും ഈ മതസംഘടനകൾ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. അതാണ് സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പാരമ്പര്യങ്ങളെ എല്ലാം അനുകൂലിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇവിടെ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മള് കണ്ടിട്ടില്ലേ, പർദ്ദ അണിയുന്നവരുണ്ട്, കട്ടം അണിയുന്നവരുണ്ട്. ഇതൊക്കെ അവര് സ്വയം ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന അങ്ങനെയുള്ളവരും ഇറാനിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത് മതാചാര പ്രകാരം മാത്രമേ പോകാവൂ എന്ന് വിചാരിക്കുന്ന ഒത്തിരി പേര് ഇറാനിലുണ്ട്. അതേസമയം പുതിയ ജൻസി പിള്ളേർ ഒത്തിരി പേരുണ്ട്, ഇതെല്ലാം മാറ്റിക്കളയണം, തലമുടി മുറിച്ചു കളയുന്നവരും പിന്നെ തല മുട്ടയടിക്കുന്നവരും ഒക്കെ അവിടെ ഉണ്ട്. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഉള്ള അനാചാരങ്ങൾ പാടില്ല, വാർത്ത ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരും ഉണ്ട്. പക്ഷെ അവര് തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായതിന്റെ ഫലമാണ് ഉണ്ടായ പ്രക്ഷോഭങ്ങളെല്ലാം. അതിനെ അടിച്ചമർത്താൻ അവിടുത്തെ സർക്കാരുകൾ അടുത്ത നടപടികൾ എടുക്കുക എന്നുള്ളതും സത്യമാണ്. അത് മാത്രം ഒരു രാജ്യത്ത് നമുക്ക് ബോംബിട്ട് കീഴടക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, ഇത് അമേരിക്കയും ഇസ്രായേലും മാത്രമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിൽ മറ്റൊരാൾ കൈകടത്തും ശരിയല്ല. നാളെ ഇന്ത്യക്കെതിരെ ഇതുപോലെ ആരെങ്കിലും തുടങ്ങിയാൽ നമ്മൾ സമ്മതിക്കൂ? അനുഭവമൊന്നും അധികം ഉണ്ടാക്കണ്ട, എല്ലാം മതിയായി. ഞങ്ങളൊരു 1000 മിസൈൽ അങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഒരു 10,000 മിസൈൽ അങ്ങോട്ട് വിടും എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ ആരാണ്? അമേരിക്ക നിയമം. അപ്പൊ അമേരിക്ക ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് ഇവിടെ പേര് പറയുന്നു. നമുക്ക് ദോഷം വരാത്ത വിധത്തിൽ എന്ത് അമേരിക്ക ചെയ്താലും, സമയം ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സോറിയോസുമായിട്ട് വരുന്നു എന്ന് പറയുന്നവരും നമുക്ക് ദോഷമായി വന്നാൽ അമേരിക്ക ദോഷം, നമുക്ക് ഒരു ഛേദവുമില്ല,
മറ്റേ നമ്മുടെ ശത്രുവിനാണെങ്കിൽ നമ്മുടെ ശത്രുവായി കരുതുന്നവർക്കാണ് ദോഷമെങ്കിൽ അത് നല്ലതെന്നും പറയുന്ന സിദ്ധാന്തം നമ്മുടെ നാട്ടിലുണ്ട്. അത് നമുക്ക് ദോഷമായി വരും ഭാവിയിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു രാഷ്ട്രത്തിന്റെയും പരമാധികാരത്തെ വേറൊരു രാഷ്ട്രം കീഴടക്കാൻ പാടില്ല. അവിടുത്തെ ജനങ്ങളാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി എന്ത് വേണോ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് അവിടെ പ്രോത്സാഹനം കൊടുക്കൂ, അവർക്ക് അവിടുത്തെ ജനതയ്ക്ക് ഫ്രീഡം കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ അതോടൊപ്പം ആ രാഷ്ട്രത്തിനെ ആയിട്ട് ബോംബിട്ട് തകർത്താൽ റീകൺസ്ട്രക്ഷൻ, ഗാസയിലെ റീകൺസ്ട്രക്ഷൻ വളരെ പാടാണ്. അപ്പൊ ഇന്ത്യയുടെ പകുതി വലിപ്പമുള്ള ഇറാനെ തകർത്ത് അതിന്റെ റീകൺസ്ട്രക്ഷൻ വളരെ പാടാണ്. കുറെ 50 കോടി ജനങ്ങളിൽ വലിയ വിഭാഗത്തിനെ അഭയാർത്ഥികളാക്കാൻ, കുട്ടികളെ നശിപ്പിക്കാനും ഒക്കെ നമുക്ക് യുദ്ധത്തിന് കഴിയും. ഇതാണോ ആധുനിക ലോകത്ത് വേണ്ടത് എന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. സെക്യൂരിറ്റി കൗൺസിൽ UN ഇല്ലെങ്കിൽ, സെക്യൂരിറ്റി കൗൺസിൽ ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെ ചേർത്തുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളെ എല്ലാ ഭൂഖണ്ഡത്തിലെയും 1-2 രാഷ്ട്രങ്ങളെ ചേർത്ത് ഒരു ക്രൈസിസ് കൗൺസിൽ ഉണ്ടാക്കാൻ എന്താ അമേരിക്കക്ക് മടി? ത്തിലല്ലേ അവർ മുന്നോട്ട് വരേണ്ടത്. അതിന് മാത്രമാണ് അത് നിശ്ചയിക്കേണ്ടത്. നമ്മുടെ 1 കോടി ജനത അവിടെ കിടപ്പുണ്ട്. എന്താ ഇന്ത്യയെ അതിനകത്ത് പങ്കാളിയാക്കാത്തത്? ഇന്ത്യക്ക് പങ്കാളിത്തം വേണ്ടേ? ഇന്ത്യ എന്താ കൊച്ചു രാഷ്ട്രമാണോ? ചൈനയോടൊപ്പം കിടപിടിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രം, ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രം. ആ രാഷ്ട്രത്തിന്റെ ആൾക്കാർക്കും ഇതിനകത്ത് വിധി നിർണ്ണയിക്കാൻ അവകാശം. ഇത് വലിയ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പിന്നെ ലോകം തയ്യാറാകണം. ഇല്ലെങ്കിൽ അമേരിക്ക ചില പോളിസികൾ എടുക്കും. ആ അമേരിക്കയുടെ പോളിസികൾ പലതും അവരുടെ വ്യക്തി താല്പര്യങ്ങൾ, അവരുടെ രാജ്യ താല്പര്യങ്ങൾക്കും അവരുടെ നേതാവിന്റെ വ്യക്തി താല്പര്യങ്ങൾക്കും അനുഗുണമായി മാത്രമാണ്. അത് ലോകത്തിന് നല്ലതല്ല എന്ന് അവിടെയുള്ളവർ പറയുകയാണ്. അവിടെയുള്ളവർ തന്നെ ഇതെല്ലാം പറയുകയാണ്. ഇത് ലോകത്തിന് ഭൂഷണമല്ല ഇങ്ങനെ പോയാൽ എന്നുള്ളതാണ് അവർ തന്നെ വിളിച്ചു പറയുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു സാർ, ലാസ്റ്റായിട്ട് ഒരു ചോദ്യം. ഇപ്പോൾ ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യ അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ? കാരണം ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഒരു ആഗോള വ്യാപാരം തന്നെ മൊത്തത്തിൽ സ്തംഭിക്കുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പം നമ്മുടെ രാജ്യം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടം വരുമോ? നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും പ്രതിസന്ധിയിലാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും പ്രതിസന്ധിയിലാവും. അവർക്കും ഉണ്ടാവും. അത് ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ചൈനയ്ക്കും റഷ്യക്കും മാത്രമല്ല, ഫാർ ഈസ്റ്റിലെ കൺട്രികൾക്ക് മാത്രമല്ല. നമ്മുടെ യുദ്ധം വേണ്ട. നമ്മുടെ നാട്ടിൽ ഒരു കലാപം ഉണ്ടായാൽ പിന്നെ ഒന്ന് ആലോചിച്ചു, യുദ്ധം വേണ്ട. നമ്മുടെ നാട്ടിൽ ഒരു ജില്ലയിൽ കലാപം ഉണ്ടായാൽ മാത്രം മതി. നമുക്ക് എന്താണ് അവിടെ? പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും, നമുക്ക് വ്യാപാരം നടത്താൻ പറ്റും, നമുക്ക് കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ പറ്റും, കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റും. ഇതുപോലെ തന്നെ ലോകത്ത് അശാന്തി പടർത്തുമ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഈ പ്രശ്നം നേരിടാനുള്ള നേതാക്കൾ ഇന്ന് ലോകത്തില്ല. UN എന്ന് പറയുന്നത് വെറും ഒരു പാവയായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ പാവയാക്കി മാറ്റിയിരിക്കുന്നു. UN തന്നെ മാറ്റേണ്ടതാണ്. സെക്യൂരിറ്റി കൗൺസിൽ മാത്രമാക്കി ഒരു UN സൃഷ്ടിക്കേണ്ട കാലമായിരുന്നു. അതായത് യുദ്ധത്തിൽ എങ്ങനെ മറ്റു രാഷ്ട്രങ്ങൾ നീങ്ങണമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ലോകരാഷ്ട്രങ്ങളുടെ ഒരു ശക്തിയാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഭൂഖണ്ഡത്തിൽ നിന്നും 2 രാഷ്ട്രങ്ങളെ വീതം എടുത്തിട്ടുള്ള ഒരു സെക്യൂരിറ്റി കൗൺസിൽ മാത്രമാക്കി UN നിർത്തിയാലും ലോകത്തിന്റെ ഒരുപാട് വിപത്തുകൾ പരിഹരിക്കാൻ കഴിയും. അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ലോകം തയ്യാറായില്ലെങ്കിൽ ലോകത്ത് വലിയ വിപത്തുകൾ ഉണ്ടാവും. ഇന്ത്യക്ക് പിന്നെ ഹോർമോസ് കടലിടുക്കിന്റെ അവിടുന്ന് വരുന്ന ട്രാഫിക് ജാം ഇന്ത്യക്ക് മാത്രമല്ല, അമേരിക്കയ്ക്കും പ്രശ്നമാണ്, ഗൾഫ് രാഷ്ട്രങ്ങൾക്കും പ്രശ്നമാണ്. എണ്ണ വിറ്റില്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ സ്ഥിതിയെല്ലാം മാറും. അത് അവർക്ക് അധിക ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 6 രാഷ്ട്രങ്ങൾ ഇന്നലെ ഒത്തുകൂടിയിട്ട് ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. ഒമാനോട് മധ്യസ്ഥതയ്ക്ക് ഉള്ള സാധ്യതകൾ അവർ ആരായുന്നുണ്ട്. ഒമാൻ US ബന്ധപ്പെട്ടോ ഇസ്രായേലുമായി ബന്ധപ്പെട്ടോ ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലും നടപടികൾ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് സമാധാനം വേണമെങ്കിൽ യുദ്ധമില്ലാത്ത അവസ്ഥ വരണം. പക്ഷേ ഹൈ ഹാൻഡ് ആരും കാണിക്കാനും പാടില്ല. അപ്പൊ ഇറാൻ പൂർണ്ണമായും പരിശുദ്ധനാണെന്നല്ല ഞാൻ പറയുന്നത്. ഇറാന് പറ്റിയ മിസ്റ്റേക്കുകൾ അവർ അയത്തുള്ള അലി ഖമനയുടെ മരണത്തോടുകൂടി മനസ്സിലാക്കി കാണും. ഇപ്പൊ അവിടെ ഉണ്ടായിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ നിന്ന് മനസ്സിലാക്കി കാണും. അതിൽ നിന്ന് അവരും പാഠം ഉൾക്കൊണ്ട് അവരും ഒരു പ്രോഗ്രസീവ് രാഷ്ട്രമായി മാറുന്നതിന് ലോക നേതാക്കൾക്കൊപ്പം ഒത്തുനിൽക്കണം, മറ്റ് GCC രാഷ്ട്രങ്ങൾക്കൊപ്പം ഒത്തുനിൽക്കണം എന്നുള്ളതാണ് നമുക്ക് വെക്കാവുന്ന ഒരു സമവായം. ആ സമവായം ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ ദോഷമാണ്. നമുക്ക് വ്യാപാര പ്രശ്നങ്ങൾ മാത്രമല്ല, നമ്മുടെ 1 കോടി ജനത അവിടെ കിടക്കില്ലേ, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ
അതെ. അവരുടെ കുടുംബം ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇരുന്നുകൊണ്ട് വരുത്തുന്ന അവർക്കുണ്ടാകുന്ന വിഷമം, ഇതൊക്കെ നമുക്കൊരു ഒരു ദിവസം 2 ദിവസം ആകുമ്പോൾ കുഴപ്പമില്ല. ആഴ്ചകൾ വരുമ്പോൾ അതിന്റെ പിക്ചർ മാറും. അപ്പോ പലയിടത്തും പല ആവശ്യങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ വരും. കാരണം ആൾക്കാരുടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധമല്ല, എല്ലാ യുദ്ധം അവസാനിപ്പിക്കണം. ട്രംപ് പറയുക മാത്രമേ ഉള്ളൂ യുദ്ധം അവസാനിപ്പിക്കാം. തനിയെ അവസാനിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് താനാണെന്ന് പറയും. അടുത്ത യുദ്ധം തന്നെ ഉണ്ടാക്കും. പിന്നെ അത് കുഴപ്പം വരുമ്പോൾ അടിച്ചമർത്താൻ, അല്ല അത് എങ്ങനെയെങ്കിലും തലയൂരാൻ ശ്രമിക്കും. ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രാക്ടീസാണ്. ഇവിടെയും അത് തന്നെ സംഭവിക്കുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിന് ഒരു യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ആവില്ല. കാരണം അമേരിക്കൻ ജനത ഇത് പൂർണ്ണമായും അംഗീകരിക്കില്ല. അവിടുത്തെ കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ, അവിടുത്തെ സെനറ്റിന്റെ അനുമതി ഇല്ലാതെ നടത്തുന്ന ഇത്തരം പരിപാടികൾ അവിടെ അധികം നാൾ പോകാൻ പറ്റും. അത് അദ്ദേഹത്തിന് അവിടുത്തെ സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാനും അവിടുത്തെ ജനവിധി ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ അനുകൂലമാക്കാനും ഒക്കെ ചില ഘടകങ്ങൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവും. അദ്ദേഹം 1-ാം ലോകമഹായുദ്ധം ഉണ്ടാക്കിയ വുഡ്രോ വിൽസൺ എന്ന 1917 പ്രസിഡന്റിന്റെ വാദങ്ങളെയാണ് പിന്തുടരുന്നതെങ്കിൽ അത് 3-ാം ലോകമഹായുദ്ധം നിസ്സാരമല്ല എന്ന് അദ്ദേഹം ഓർക്കേണ്ടതാണ്. തീർച്ചയായിട്ടും യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തുമ്പോൾ അവിടെ എപ്പോഴും ബുദ്ധിമുട്ടിലാകുന്നത് അവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ തന്നെയാണ് മരിച്ചു വീഴുന്നത്. എത്രയും വേഗം തന്നെ ഈ യുദ്ധവും അവസാനിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്കും ആഗ്രഹിക്കാം. നമസ്കാരം.